അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താങ്കൾക്ക് മുമ്പും താങ്കളെപ്പോലെ മനുഷ്യരായ പ്രവാചകന്മാരെ അതത് ജനതകളിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായി സൂചിപ്പിച്ചത്. അതിനെ തുടർന്ന് അള്ളാഹു പറയുകയാണ്, താങ്കളെപ്പോലെ ആ പ്രവാചകന്മാരെയും അവരുടെ ജനങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ആ പ്രവാചകന്മാർ അവരുടെ ജനം നന്നാവുകയില്ല എന്ന് കരുതി പ്രതീക്ഷയറ്റവരാവുകയും അള്ളാഹുവിൻ്റെ സഹായം വരാൻ വൈകുകയും ചെയ്തപ്പോൾ നിഷേധിച്ച ജനങ്ങൾ, അവരെ നിഷേധിച്ച സത്യനിഷേധികൾ ശിക്ഷയൊന്നും ഉണ്ടാവില്ല, ഈ പ്രവാചകന്മാർ താക്കീത് ചെയ്യുന്നതൊക്കെ കളവാണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രവാചകന്മാർ ഭയപ്പെടുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. അപ്പോൾ വിശ്വാസികളെ അള്ളാഹു രക്ഷിക്കുകയും നിഷേധികളെ ശിക്ഷിക്കുകയും ചെയ്തു. ഇന്ന് പഠിക്കുന്ന 110 ആയത്തിൽ ഇക്കാര്യങ്ങളാണ് പറയുന്നത്. ഹത്താ ഇദസ്തൈഅസർ റുസുലു വളന്നു അന്നഹും ഖദ് കുദിബു ജാഅഹും നസ്റുനാ ഫനുജ്ജിയ മൻ നശാ വലാ യുറദ്ദു ബഅസുനാ അനിൽ ഖൗമിൽ മുജ്രിമീൻ. ഹത്താ ഇദസ്തൈഅസർ റുസുലു, എത്രത്തോളം എന്ന് വെച്ചാൽ ആ പ്രവാചകന്മാർ പ്രതീക്ഷയറ്റവരാവുന്ന അവസ്ഥ വരെ എത്തി. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ കാലാകാലങ്ങളിൽ ഓരോ സമൂഹങ്ങളിലേക്കും അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ആ പ്രവാചകന്മാരുടെ ജനം, പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അള്ളാഹുവിൻ്റെ ദീനിനെ തള്ളിക്കളഞ്ഞപ്പോൾ ഇനിയും ഈ ജനം നന്നാവുമെന്ന് കരുതാൻ വയ്യ എന്ന് പ്രവാചകന്മാർക്ക് തോന്നിയപ്പോൾ ഇസ്തൈഅസ എന്നാൽ നിരാശപ്പെട്ടു എന്നാണ്. ജനം വിശ്വസിക്കുമെന്ന പ്രതീക്ഷ പ്രവാചകന്മാർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലന്നു, അവർ കരുതുകയും ചെയ്യുന്നവരായി. അന്നഹും കത് കുദിബോ, തങ്ങളോട് കളവ് പറയപ്പെട്ടു എന്ന്. അതായത് ഈ പ്രവാചകന്മാർ തങ്ങളോട് പറഞ്ഞതൊക്കെ കളവായിരുന്നു എന്ന് ജനങ്ങൾ പറയാനിടവരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ തോന്നിത്തുടങ്ങുന്ന അവസ്ഥ വരികയും ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ തങ്ങൾ നിഷേധിച്ചിട്ടും ഈ പ്രവാചകന്മാർ ഭീഷണിപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ ശിക്ഷ എവിടെ? അതൊക്കെ ഇവർ കളവ് പറഞ്ഞതാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്തപ്പോൾ, ഇത് സത്യനിഷേധികളായ ജനങ്ങൾക്ക് തോന്നി എന്നതുമാവാം, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ വിശ്വസിച്ച അനുയായികൾക്ക് വരെ തോന്നിത്തുടങ്ങി എന്നതുമാവാം. രണ്ട് അഭിപ്രായവുമുണ്ട്. പക്ഷേ പ്രവാചകന്മാർ തങ്ങളെ താക്കീത് ചെയ്യുന്നതൊക്കെ കേവലം കളവായിരുന്നു എന്ന് സത്യനിഷേധികൾ കരുതുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തപ്പോൾ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം മക്കയിലെ നിഷേധികളായ ഖുറൈശികൾക്കുള്ള താക്കീതാണിത്. നിങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷയൊന്നും വരുന്നില്ലെന്ന് കരുതി ഈ പ്രവാചകനെ കളവാക്കേണ്ട എന്ന താക്കീതാണ് ഇതിൽ ഖുറൈശികൾക്കുള്ളത്. അപ്പോൾ മുൻകാല പ്രവാചകന്മാരുടെ കാലത്ത് പ്രവാചകന്മാർ പ്രബോധിത സമൂഹം നന്നാവുമെന്ന കാര്യത്തിൽ ആശയറ്റവരാവുകയും സത്യനിഷേധികളെ ശിക്ഷ പിടികൂടാത്തതിൻ്റെ പേരിൽ തങ്ങൾ പ്രബോധനം ചെയ്യുന്നത് കളവാണെന്ന് സത്യനിഷേധികൾ കരുതുകയും ചെയ്തപ്പോൾ ജാഅഹും നസ്റുനാ, നമ്മുടെ സഹായം അവർക്ക് വന്നു. പ്രവാചകന്മാർക്ക് നമ്മുടെ സഹായമെത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടായി, ശിക്ഷ വന്നു. ഫനുജ്ജിയ മൻ നശാ, നാം ഉദ്ദേശിച്ചിരുന്നവരെ നാം രക്ഷപ്പെടുത്തി. പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും അള്ളാഹു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി. വലാ യുറദ്ദു ബഅസുനാ അനിൽ ഖൗമിൽ മുജ്രിമീൻ, നമ്മുടെ ശിക്ഷ കുറ്റവാളികളായ ജനങ്ങളിൽ നിന്ന് തടുക്കപ്പെടുകയില്ല. അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ കുറ്റവാളികൾ അതിൽ നിന്നും ഒഴിവായി പോകുന്ന അവസ്ഥയുണ്ടാവില്ല എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൻ്റെ ഭാഷാഘടന കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ളതാണ് എന്നതുകൊണ്ട് ഇതിൻ്റെ ആശയം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ച പോലെ പല നാടുകളിലേക്കും അള്ളാഹു മനുഷ്യരെ പ്രവാചകന്മാരായി നിശ്ചയിച്ചിരുന്നു. ആ നാടുകളിലെ ജനങ്ങൾ പ്രവാചകന്മാരുടെ പ്രബോധനം സ്വീകരിക്കാതെ വന്നപ്പോൾ ആ ജനം നന്നാവുകയില്ല എന്ന് തോന്നുമാറ് പ്രവാചകന്മാർക്ക് ആ ജനങ്ങളിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്നാൽ അള്ളാഹു ആണെങ്കിൽ ഈ ജനങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകുന്നു. ജനങ്ങളാകട്ടെ തങ്ങൾ ധിക്കാരികളായി തുടർന്നിട്ടും ഈ പ്രവാചകന്മാർ ഭീഷണിപ്പെടുത്തിയ പോലെ അള്ളാഹു ഞങ്ങളെ ശിക്ഷിച്ചില്ലല്ലോ
എന്നതിൻ്റെ പേരിൽ ഈ പ്രവാചകന്മാർ പറയുന്നതൊക്കെ കളവാണെന്ന് കരുതുന്ന അവസ്ഥയുമുണ്ടായി. ഈ അവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതില്ല. ഈ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടാവേണ്ടതില്ല. അതായത് ഖുറൈശികൾ അധികവും വിശ്വാസികളാവാത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാവേണ്ടതില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ വൈകുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊന്നും ശരിയല്ല എന്ന് ഖുറൈശികൾ, സത്യനിഷേധികളായ ഖുറൈശികളും കരുതേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ അതിൻ്റെ സമയമാവുമ്പോൾ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തും. എന്നാൽ കുറ്റവാളികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. ഇനി അടുത്ത ആയത്തോടുകൂടി ഈ സൂറത്തിൻ്റെ പഠനം അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.